അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്നുള്ളത് നമ്മുടെ സഹോദരൻ അഹമ്മദ് ആദിലിനൊപ്പമാണ്. എന്നെപ്പോലെ തന്നെ ഇസ്ലാമിലേക്ക് വരികയും ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള, ഇന്ന് വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് ആദിൽക്ക. ഒരുപാട് വിശേഷങ്ങൾ ആദിൽക്കയ്ക്ക് പറയാനുണ്ട്. ഞാൻ കുറച്ച് കാലം കൂടിയാണ് ആദിൽക്കനെ കാണും. മുമ്പേ തന്നെ ഞങ്ങൾ പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ആദിൽക്കൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിങ്ങൾക്കും ഒരാകാംക്ഷ ഉണ്ടാവും എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് ആദിൽക്ക വിശേഷങ്ങൾ? ഈ സംസാരത്തിന് പ്രയാസങ്ങൾ അന്ന് സർജറി കഴിഞ്ഞതിൻ്റെ പ്രയാസമാണല്ലേ? കുഴപ്പമില്ല, പതിയെ പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ സത്യം പറയുന്നാൽ ആദിൽക്കായനെ ഞാനും തമ്മിൽ ഒരുപാട് കാലത്ത് ബന്ധമുണ്ട്. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഒരുപാട് സങ്കീർണതകളിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാം സ്വീകരണം. പക്ഷെ അൽഹംദുലില്ലാഹ് ഇന്ന് അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ആദിൽക്ക, നിങ്ങളുടെ ആ ഇസ്ലാമിലേക്കുള്ള ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അത് എൻ്റെ ഇസ്ലാമിക പ്രവേശനം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ, അതായത് എൻ്റെ ഒരു യൗവന കാലഘട്ടത്തിന് മുമ്പേ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്ന ചില തർക്കങ്ങളും ചർച്ചകളും. എൻ്റെ സുഹൃത്തുക്കൾ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന മതത്തിൽ, ആദ്യം ഞാൻ ഉണ്ടായിരുന്ന മതത്തിലെ നമ്മൾ വിശ്വസിച്ചിരുന്ന ദൈവത്തിനെ വരച്ച് അത് കണ്ടിട്ട് എൻ്റെ സുഹൃത്ത് അത് കണ്ട് കളിയാക്കി. വിശ്വസിച്ചിരുന്ന ആ വ്യക്തിത്വം, വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ആ ഒരു ദൈവത്തിന് നമ്മളെ നിന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു അവഹേളനമായിട്ട് എനിക്ക് തോന്നി. അത് മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. ദിവസങ്ങളോളം അവനോട് സംസാരിക്കാൻ നടന്നു. പക്ഷെ ഒരു വല്ലാത്തൊരു ആലോചന, എന്തോ മനസ്സിനെ വല്ലാതെ അലട്ടിയത്, വല്ലാതെ പുകയാൻ തുടങ്ങി. പിന്നെ ആ സുഹൃത്തിനോട് വല്ലാതെ ചാരി നിന്ന് അവനുമായിട്ട് വളരെ അടുക്കാൻ തുടങ്ങി. പിന്നെ അവനുമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പുഴ കൂടെയും സന്ധ്യാസമയങ്ങളിലുള്ള ജനങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനും സംശയം പ്രവർത്തിച്ചു. അതിനൊന്ന് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ്. അത്യാവശ്യം പറഞ്ഞാൽ പരമായ വിശ്വാസമൊക്കെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് അവൻ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി തന്നെയായിരുന്നു. ഏറെക്കുറെ എനിക്ക് ഇതിനെ തൃപ്തിപ്പെടുത്താതെ മതിയായിരുന്നു. അവിടുന്ന് തുടങ്ങിയ പ്രയാണമാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും. ആ സ്കൂൾ പോയി പഠിപ്പ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിക്കണം എന്നുള്ള ഒരു വാശി മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 97 ഞാൻ അതിന് പുറപ്പെട്ടതാണ് ഇസ്ലാം സ്വീകരിക്കാൻ. അങ്ങനെ വീടിന് പുറത്തിറങ്ങിയ സമയത്ത് വല്ലാതൊരു, എന്താ പറയാ, മനസ്സിന് സംഘർഷം വല്ലാതെ ഉണ്ടായി. മാതാവിനും മറ്റേ കൂടെ പുറപ്പാടൊക്കെ ഉപേക്ഷിച്ച് പോകാണെന്നൊരു തോന്നല് വല്ലാതെ ഒരു സംഘർഷം ഉണ്ടാക്കി. മാനസിക സംഘർഷം വളരെയേറെ. ആ സംഘർഷാവസ്ഥയിൽ തലവേദന ഇതൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇരുന്നു, പോയില്ല. എന്നോട് സുഹൃത്ത് കാത്തു നിൽക്കണ്ടായിരുന്നു, എന്നെ കൊണ്ടുപോകാറുണ്ട്. അത് വേദന, അത് അന്നാ പോകാൻ കഴിയാത്തത്. അതുകൊണ്ട് പിന്നീട് ഒരിക്കലും പലപ്പോഴും ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ഇസ്ലാം സ്വീകരിക്കാൻ എനിക്ക് ഒരു 25 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. ഇത് ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു അപകടം നടക്കുന്നതിൻ്റെ ഒരു 4-5 മാസം മുമ്പാണ് ഞാൻ ഒരു ഖുർആൻ മേടിക്കാന്നുള്ള എൻ്റെ ഒരു പ്ലാനിങ്ങിൽ ഒരു മലയാളം പരിഭാഷ ഞാൻ മേടിക്കാൻ തീരുമാനിക്കണം. അങ്ങനെ ഞാൻ പോയിട്ടത് ഒരു പരിഭാഷ മേടിച്ചു തുടങ്ങി. അതങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വെളിച്ചങ്ങനെ കയറാൻ തുടങ്ങി മനസ്സിൽ. പുതിയൊരു ലോകം, പുതിയൊരു അറിവുകൾ. അങ്ങനെ എൻ്റെ 5ാമത്തെ മാസമാണ് എനിക്കൊരു അപകടം ഉണ്ടാവും, വലിയൊരു അപകടം. ഞാൻ ഈ കരിങ്കൽ കോറിയിൽ മറ്റേ ഡ്രിൽ ചെയ്യണം പണിയാണ്. അപ്പൊ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം ഇടിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തും, അത്ര ഹൈറ്റിന് നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്, അവിടുന്ന് താഴേക്ക് വീണു. സ്നേഹിതം മരണപ്പെട്ടു. ഞാനത് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. എങ്ങനെ ചോദിച്ചാലും എനിക്കറിയില്ല. അതിൻ്റെ ഒക്കെ ഒരു ബാക്കിപത്രമാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. അത് പറയാൻ പറ്റില്ല. അങ്ങനെ അപകടം നടന്ന് ആശുപത്രിയിൽ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കിടപ്പിലിരുന്നൊക്കെ. അതോടുകൂടിയിട്ട് അപകടം നടന്നതോടുകൂടി എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പതിയെ അകലം പാലിക്കാൻ തുടങ്ങി.
കാരണം ഇയാളിനെ നീക്കില്ല എന്നാണ് സുഹൃത്തുക്കളൊക്കെ പലരും കരുതിയത്. അവർ പറയും ചെയ്തു ഇനി നീച്ചടക്കില്ല, അതേ കിടപ്പായിരിക്കും. എന്നോട് ബന്ധുക്കളോട് കൈവിട്ടില്ല, കൂടപ്പുറപ്പോ അടക്കം കൈവിട്ടു. ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. എനിക്ക് അള്ളാഹിനോട് അടുക്കാൻ ഏറ്റവും ഒരു സമയം അതാണെന്ന് അറിയില്ല. അത് തന്നെയാണ് അള്ളാഹ് തെരഞ്ഞെടുത്ത് കഴിക്കും. അള്ളാഹുവിന് കൂടുതൽ അടുക്കാൻ പറ്റി, കൂടുതൽ പഠിക്കാൻ പറ്റി. അള്ളാഹോട് സംസാരിച്ച് പലപ്പോഴും ഒറ്റക്കിരിക്കുമ്പോഴൊക്കെ അള്ളാഹോട് സംസാരിച്ചതിന്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു. പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല, ഒരു കനലിങ്ങനെ കത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ദൈവത്തിലേക്ക് അടുക്കണം, അള്ളാഹുലേക്ക് അടുക്കണം എന്നുള്ളൊരു ഞാൻ ജീവിതത്തിൽ അതുകൊണ്ട് തെറ്റുകൾ കുറവായിരുന്നു. ജീവിതത്തിൽ തെറ്റുകൾ വളരെ കുറവായിരുന്നു. സൂക്ഷിച്ച് ജീവിച്ചായിരുന്നു ഞാൻ. അതൊക്കെ ആയിരിക്കും അള്ളാഹു ഇന്ന കൈ അധികം കഴിയാൻ എന്തായാലും ഇപ്പൊ നിങ്ങൾ സൗഭാഗ്യത്തിലല്ലേ അതിലേക്ക്? അൽഹംദുലില്ലാഹ്. അങ്ങനെ ഈ അപകടത്തിന് ശേഷം ഈ അപകടം എങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്ന അപകടം? അപകടം ഒരു ചാറ്റൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പൊ എന്താ വെച്ചാൽ തലേ ദിവസം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഭാഗങ്ങളൊക്കെ ഇളകി കിടക്കുക, വീട്ടിലൊക്കെ പൊട്ടിച്ചിട്ട് ഇളകി കിടക്കുന്ന സമയം ഈ ചാറ്റൽ മഴയും. അപ്പൊ രാവിലെ തുടങ്ങുമ്പോൾ ഡ്രില്ല് ചെയ്ത് തുടങ്ങിയപ്പോ അതിന്റെ ഒരു ജെർക്കിങ് ഉണ്ട്, ആ ഏരിയയിൽ ജെർക്കിങ് വരും. അപ്പൊ ആ ഭാഗം മൊത്തം നിരങ്ങി പോകും, കല്ലുകളും മണ്ണൊക്കെ കൂടിയിട്ട് നിരങ്ങി പോകും. അതിന് ഞാൻ എന്റെ സുഹൃത്തു കൂടി താഴെ നല്ല ഹൈറ്റുണ്ട്, ഹൈറ്റ് കണ്ടതിന് പേടിയാവും. ഇങ്ങനെ എനിക്ക് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്തായിരുന്നു? ഹിന്ദിക്കാരനാ, ഒരു ഒറീസക്കാരനാ. അവനും കൂടെ 15 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ്. 2 ദിവസം കടുമ ബോധമില്ലാതെ 2 ദിവസം. അവിടെ നിന്നാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്, അള്ളാഹുവിന്റെ ഒരു വിളി പോലെ തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാല് കൃത്യമായിട്ട് ഇളവുകൾ ഇന്നൊക്കെ രക്ഷകൾ എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ന് പ്രയാസങ്ങളിലും അതേമാതിരി അപകടങ്ങളിലും എന്തോ ഒരു അദൃശ്യമായിട്ട് എന്തോ എനിക്ക് സഹായങ്ങളുണ്ട്. ഞാനത് മരിച്ചൊന്ന് ഒഴിവാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർമാര് സ്ട്രെച്ചറിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കരുത്. അവര് ചികിത്സ തുടങ്ങിയില്ല. അവര് സ്ട്രെച്ചറിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് പെങ്ങൾ മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ ഞാൻ അതേമാതിരി കിടക്കുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടില്ല. ഇത് പെങ്ങളെ ഒറ്റമൂലം കൂട്ടിയിട്ടാണ് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നത്. ഞാൻ മരിക്കേണ്ട ഒരു ആസന്നമായിട്ടുള്ള സമയങ്ങളാണത്. അത്ര തലക്ക് മുറിവ് പറ്റി തല കല്ല് കുത്തി കയറിയിരിക്കുന്നത് തലയിൽ, അങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ പക്ഷെ ഞാൻ അതൊക്കെ എന്താ പറയാ തലയ്ക്ക് സർജറി ചെയ്തിരുന്നല്ലോ, സർജറി ഒക്കെ ചെയ്തു. ഈ കഴുത്തിന് അത് ഓക്സിജൻ വേണ്ടിട്ട് കട്ട് ചെയ്താ. അങ്ങനെ കലിമ ചൊല്ലുന്ന എങ്ങനെയാണ്? ഷഹാദത്ത് കലിമ ചൊല്ലുന്ന ഒരു സാഹചര്യം അത് ആക്സിഡന്റ് ഒക്കെ ശേഷം അല്ല. കലിമ ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാമിനെ പറ്റി പഠിച്ചിരുന്ന ആദ്യ കാലഘട്ടങ്ങളില്. പിന്നെ ഞങ്ങൾ സംസാരിച്ചതിന്റെ സുഹൃത്തുമാര് പുഴയ്ക്ക് വരും. ഞങ്ങള് വൈകുന്നേരങ്ങളൊക്കെ പുഴയിൽ വന്നിരിക്കും. അവിടെ പുഴയിൽ മണലിങ്ങനെ സംസാരിച്ചിട്ട് ഇതിനെ പറ്റി സംസാരിക്കും. ഭയങ്കര വല്ലാത്തൊരു ഇതാണ് സമയം. ഈ ആകാശം നോക്കിയാൽ കിടന്നാലേ പിന്നെ സംസാരങ്ങൾ കേൾക്കുമ്പോഴേ നമ്മൾ വല്ലാത്തൊരു ഇതിലാണ്. അങ്ങനെ ആ സമയങ്ങളിൽ അവൻ പറഞ്ഞിങ്ങനെ തീനെ ഈ കരിമ ചെല്ലണം, നമുക്ക് എപ്പോഴും എന്താ ഏതാ പറ്റിയാന്നും പറയാൻ പറ്റില്ല, നമുക്ക് കരിമ ചെല്ലണം പറഞ്ഞു. അങ്ങനെ വെള്ളത്തിലിറങ്ങി മുങ്ങി കലിമ ചൊല്ലി. അപ്പൊ അത് ദൃഢവിശ്വാസത്തോട് തന്നെയായിരുന്നു കലിമ ചൊല്ലിയത്? അതൊരു സുഹൃത്തിന്റെ അപ്പുറത്തൊരു ആവശ്യം പൂർത്തീകരണം എന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ നിർബന്ധിച്ചാക്കാൻ പറ്റില്ല. ഒരിക്കലും യാതൊരു ബലപ്രയോഗമില്ല. നമുക്ക് അതിന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഞാൻ ഇസ്ലാം ചെയ്യുന്ന സമയത്തും ആ സമയങ്ങളിലും ഒരാളിനോട് പറഞ്ഞില്ല നിങ്ങൾക്ക് ഞാൻ വീട് തരാം, അല്ലെങ്കിൽ പൈസ തരാം, നിങ്ങൾ നോക്കിക്കോളാം. എനിക്കാണ് എനിക്ക് എന്റെ ചികിത്സ മുടങ്ങിയിട്ടും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ കുടുംബം ആകെ എന്റെ കുടുംബമൊക്കെ എന്റെ പെങ്ങന്മാര് അവര് അത് സ്വന്തമാക്കിയത്. എനിക്ക് വീടില്ല. അങ്ങനെയാണ് ഞാൻ ഇസ്ലാം ചെയ്തിരിക്കാൻ വീട്ടിൽ പുറത്തിറങ്ങണം. അത് ഇറങ്ങുമ്പോൾ വീടിന് മുറ്റത്ത് ഇറങ്ങുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അള്ളാഹു ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരും. എനിക്ക് ആരുമില്ല ഈ ലോകത്ത്, സുഹൃത്തുക്കളും ഇല്ല, കുടുംബക്കാരും ഇല്ല, ആരുമില്ല. സ്വന്തം മാതാവ് ഉണ്ടായത് മാതാവ് വരെ എന്നെ കൈ കഴിഞ്ഞു. ഇങ്ങനെ വേറെ ആരുമില്ല എനിക്ക് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അവിടുന്ന് പോയി ഇസ്ലാം സ്വീകരിച്ച് ഒരു കൊല്ലം മുതൽ എനിക്ക് വീടും കിട്ടി,
ജീവിക്കാൻ സൗകര്യം ഉണ്ടാക്കി തന്നു. അള്ളാന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹമാണ്. അപ്പൊ അവസാനം എന്നെ കയ്യോജിന്റെ അമ്മ പോലും എന്റെ കൂടെ വന്നപ്പോ അമ്മയും കലിമല്ലിപ്പിന്റെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ എന്താ പറയാ, അള്ളാഹ് നമ്മൾ ചോദിക്കണില്ലാത്ത കുഴപ്പമുള്ളൂ. നമ്മൾ അള്ളാഹിനോട് നമ്മൾ ചോദിക്കണമെങ്കിൽ അള്ളാഹ് കറക്റ്റ് ആയി തരുന്നുണ്ട്. നമ്മൾ ചോദിക്കണില്ല, അതാ പ്രശ്നം. അതൊക്കെ വൈകിട്ടാണ് നമ്മൾ അറിയുന്നത് പലതും. മെയിനായിട്ട് എന്താ വെച്ചാല് ഖുർആൻ പാരായണം തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ ഖുർആൻ പാരായണം ചെയ്യും. മലയാളമാണ്, എനിക്ക് അറബി അറിയില്ല. അത് പാരായണം ചെയ്യാത്തൊരു ദിവസമില്ല. അതൊക്കെ കൂടിയാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എത്താൻ തുടങ്ങിയത്. അമ്മ ഇസ്ലാം സ്വീകരിച്ചു, അമ്മയ്ക്ക് കലിമ ചൊല്ലി കൊടുത്തു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അമ്മയുടെ ഇസ്ലാം സ്വീകരണം? അമ്മ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അമ്മേനെ ഞാൻ തന്നെ നോക്കിയിരുന്നു. അവസാനം വരെ ഞാൻ നോക്കിയിരുന്നു. അപ്പൊ അതിന് ശേഷം പിന്നെ കടുപ്പിലായതോട് കൂടിയിട്ട് അമ്മേനെ പെങ്ങന്മാരും സഹോദരങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവർ കുറച്ചേരൊക്കെ നോക്കി. പക്ഷെ അമ്മക്ക് തൃപ്തിയാവാനായിട്ട് എന്താ അറിയില്ല. അമ്മ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. അങ്ങനെ ഞാൻ അമ്മയെ ഏറ്റെടുത്ത് അമ്മേനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മ പറഞ്ഞു എന്റെ കൂടെ വിശ്വാസത്തിൽ ഞാനും പങ്കാളിയാവുകൊണ്ട് പറഞ്ഞു. അങ്ങനെ നിസ്കരിക്കണം പറഞ്ഞു. അങ്ങനെ നിസ്കാരത്തിന്റെ കൂടെ ഇരുത്താറുണ്ട്. ഇന്ന് നോമ്പെടുത്തില്ല. അതിന് ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളാണ്. 80 വയസ്സിട്ടായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ കുറവാണ്. പക്ഷെ എത്രയായാലും മക്കളോട് എന്താ പറയാ, മാതാപിതാക്കൾക്ക് തീർച്ചയായും അത് അവർക്ക് ആ ഇത് സ്നേഹം ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണ്. പല ഘട്ടങ്ങളിൽ എന്തൊക്കെ നേരിട്ട് വന്നാലും ഞാൻ പലവട്ടം അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അമ്മേനെ കൂടെ കൂടുതലാണ് എന്റെ ജീവിതത്തിലെ വലിയ വിജയമാണത്. വലിയ വിജയം. മാതാവിനെ വേദനിപ്പിച്ചിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. എന്റെ മാതാവിനെ കൂടെ നിർത്താൻ കഴിഞ്ഞെന്നുള്ളതാണ്. എന്റെ പിതാവിനെ മരണപ്പെട്ടിട്ട് 10-20 വർഷമായി. അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലാത്തതിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാത്തതിൽ ഭയങ്കര വിഷമുള്ള ആളാണ്. എനിക്കിപ്പോഴും എന്റെ പിതാവിനെ പറ്റി അലക്കുമ്പോൾ വേദനയാണ്. പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഏതൊരു മണ്ണിൽ കിടന്നുറങ്ങാണ്. സഹിക്കാൻ വയ്യ. ആ മണ്ണുകൂടി എനിക്കൊന്നും സ്വന്തമല്ല. അതൊന്ന് എത്രയായാലും എൻ്റെ അമ്മ എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇപ്പോ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹിനോട്. അവരുടെ മനസ്സുകൾക്ക് മാറ്റം ഉണ്ടാവണമെന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان